If we want to define style for a unique element, then which CSS selector will we use? Options: A ID, B element, C class, D name. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഹെഡ് ടാഗ്, സ്റ്റൈൽ ടാഗ്. സ്റ്റൈൽ ടാഗിൽ റൈറ്റ് ചെയ്യേണ്ട കണ്ടൻറ്റ് ബോഡി ടാഗ് റൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റൈൽ ടാഗിലോട്ട് വരാം. എൻഡ് ഓഫ് ഹെഡ് ടാഗ്, ബോഡി ടാഗ്. വെൽക്കം ടു മൈ പേജ് പാരഗ്രാഫ് ടാഗിൽ എൻക്ലോസ് ചെയ്യുവാണ് പി ടാഗ്. വെൽക്കം ടു മൈ പേജ്. എൻഡ് ഓഫ് പാരഗ്രാഫ് ടാഗ്. എഗെയിൻ ഹെലോ ടെക്സ്റ്റ് പാരഗ്രാഫ് ടാഗിൽ എൻക്ലോസ് ചെയ്യുവാണ്. എൻഡ് ഓഫ് പാരഗ്രാഫ് ടാഗ്. എൻഡ് ഓഫ് ബോഡി ടാഗ്. പാരഗ്രാഫ് ടാഗിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് റെഡ് കളർ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഇൻസൈഡ് സ്റ്റൈൽ ടാഗ് ഫസ്റ്റ് പി ടാഗ് സെലക്ട് ചെയ്യണം. ടെക്സ്റ്റ് റെഡ് കളർ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ട CSS പ്രോപ്പർട്ടി കളർ കോളൻ റെഡ് സെമിക്കോളൻ കേളി ബ്രേസ് ക്ലോസ്. കോഡ് റൺ ചെയ്യാം. പാരഗ്രാഫ് ടാഗിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് റെഡ് കളറിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, ഓരോ പാരഗ്രാഫും യുണീക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ട ആട്രിബ്യൂട്ട് ID ആട്രിബ്യൂട്ട്. ID ഈക്വൽ ടു യുണീക്ക് നെയിം സ്പെസിഫൈ ചെയ്യാം. ID നെയിം ഡബിൾ കോട്ട്സിൽ റെപ്രസെൻറ്റ് ചെയ്യുവാണ്. അതുപോലെ സെക്കൻഡ് പാരഗ്രാഫിനും ID നെയിം സ്പെസിഫൈ ചെയ്യുവാണ്. ID ഈക്വൽ ടു വിത്തിൻ ഡബിൾ കോട്ട്സ് ID നെയിം കൊടുക്കുവാണ്. യൂസറിന് ഇഷ്ടമുള്ള ID നെയിം സ്പെസിഫൈ ചെയ്യാം. നെക്സ്റ്റ്, ID നെയിം യൂസ് ചെയ്ത് ഓരോ പാരഗ്രാഫും സെലക്ട് ചെയ്യാൻ കഴിയും. സോ ഇൻസൈഡ് സ്റ്റൈൽ ടാഗ് ID നെയിം യൂസ് ചെയ്ത് ഫസ്റ്റ് പാരഗ്രാഫ് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ഹാഷ് സിമ്പൽ ഫോളോഡ് ബൈ ID നെയിം. ടെക്സ്റ്റ് ബ്ലൂ കളർ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് കളർ കോളൻ ബ്ലൂ പ്രോപ്പർട്ടി സ്പെസിഫൈ ചെയ്യുവാണ്. കോഡ് റൺ ചെയ്യാം. ടെക്സ്റ്റ് ബ്ലൂ കളറിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പാരഗ്രാഫ് ID നെയിം യൂസ് ചെയ്ത് സെലക്ട് ചെയ്യാം. ഹാഷ് ഫോളോഡ് ബൈ ID നെയിം. ടെക്സ്റ്റ് ഗ്രീൻ കളർ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് കളർ കോളൻ ഗ്രീൻ പ്രോപ്പർട്ടി സ്പെസിഫൈ ചെയ്യാം. ടെക്സ്റ്റ് ഗ്രീൻ കളറിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, ഡിസ്പ്ലേ ചെയ്ത ടെക്സ്റ്റ് ബോൾഡ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ട CSS പ്രോപ്പർട്ടി ഫോണ്ട് ഹൈഫൺ വെയ്റ്റ് കോളൻ ബോൾഡ്. സോ വെൽക്കം ടു മൈ പേജ് ബോൾഡ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സോ ഓരോ എലമെൻറ്റും യുണീക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ട ആട്രിബ്യൂട്ട് ID ആട്രിബ്യൂട്ട്. ID ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് ഓരോ എലമെൻറ്റും യുണീക്ക്ലി സ്റ്റൈൽ ചെയ്യാൻ കഴിയും. Next one, the CSS property used to make text bold. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ബോൾഡ് ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ട CSS പ്രോപ്പർട്ടി ഫോണ്ട് ഹൈഫൺ വെയ്റ്റ് കോളൻ ബോൾഡ്. ഫോർ എക്സാമ്പിൾ, നോർമൽ ക്യാരക്ടേഴ്സ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഫോണ്ട് ഹൈഫൺ വെയ്റ്റ് കോളൻ നോർമൽ വാല്യൂ സ്പെസിഫൈ ചെയ്യാം. തിക്ക് ക്യാരക്ടേഴ്സ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ബോൾഡ് വാല്യൂ സ്പെസിഫൈ ചെയ്യാം. തിക്കർ ക്യാരക്ടേഴ്സ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ബോൾഡർ വാല്യൂ സ്പെസിഫൈ ചെയ്യാം. ലൈറ്റർ ക്യാരക്ടേഴ്സ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ലൈറ്റർ വാല്യൂ സ്പെസിഫൈ ചെയ്യാം. നമ്പേഴ്സ് വാല്യൂസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സോ
property which is used to make text bold is font-weight: bold. So option A is the correct answer.